വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ്. ബോംബും വാളും കണ്ടെടുത്തു. ആയുധ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന 21 പേരെ കസ്റ്റഡിയിലെടുത്തു. നാറാത്ത് ഫല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പിന്നിലുള്ള ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിലായിരുന്നു അപരിചിതരായ ചിലർ ആയുധ പരിശീലനത്തിൽ ഏർപ്പെട്ടുവെന്ന് രഹസ്യവിവരം പോലീസിന് ലഭിക്കുന്നത്. വിവരം ലഭിച്ച പോലീസ് സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയപ്പോൾ കെട്ടിടത്തിന് കാവിൽ നിന്ന് 2 പേർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അകത്ത് പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന 21 പേരെ കസ്റ്റഡിയിലെടുത്തത്. പരിശീലന കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ 2 നാടൻ ബോംബ്, 1 വാള്, ബോംബ് നിർമ്മാണ സാമഗ്രികൾ, വെടിവെപ്പ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന മനുഷ്യരൂപം എന്നിവയും കണ്ടെത്തി. വളരെ വിചിത്രമായ കാര്യങ്ങളാണ് കാണാൻ പറ്റിയത്. ബോംബ് നിർമ്മിക്കാനും നിർമ്മിച്ചതും ആയ സാധനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരൂപം ഉണ്ടാക്കി അതിനെ പരീക്ഷണം നടത്തുന്ന രീതികൾ, പിന്നെ ഇഷ്ടിക എങ്ങനെ ബോംബാവും എന്നുള്ള രീതി പരീക്ഷണം നടത്താൻ, ഇങ്ങനെ ഒരുപാട് തീവ്രവാദ സ്ഫോടന കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന വ്യക്തമായ പ്രവൃത്തികളിവിടെ കാണാൻ സാധിച്ചു. സുൽത്താൻ ഓഫ് ഇറാൻ എന്ന പേരിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡും ചിലരുടെ പേരിലുള്ള ATM കാർഡുകളും പരിശീലകർ കുറിച്ചുവെച്ചു എന്ന് കരുതുന്ന ചില ഹിറ്റ് ലിസ്റ്റുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിൽ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ പേര്, സ്ഥാപനങ്ങളുടെ പേരും എന്നിവ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ASP ട്രെയിനി യതീഷ് ചന്ദ്ര, കണ്ണൂർ ഡിവൈഎസ്പി സുകുമാരൻ, വളപട്ടണം CI ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായ ചോദ്യം ചെയ്ത ശേഷമേ പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.